പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കോമഡി കളിക്കാനല്ല വന്നിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണ് സാർ? മക്കളെ, +1 എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ഓറിയന്റേഷൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8, 9, 10 +1 ഇങ്ങനെയാണ്. അപ്പം ലെവൽ അങ്ങനെ അങ്ങോട്ട് മാറും. ആ ലെവൽ അങ്ങോട്ട് മാറുമ്പോൾ ഞാൻ നിങ്ങളെ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇവിടെ എത്തിക്കാൻ നോക്കിയാൽ അതാണോ വേണ്ടത്, അല്ല നേരെ ജമ്പ് ചെയ്യിപ്പിക്കണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നല്ലത്? ഇങ്ങനെ പോയിട്ട് ഇത് 10, ഇവിടുന്ന് +1 ഇവിടെ കിടപ്പുള്ളത്, ഞാൻ ഇങ്ങനെ മെല്ലെ എത്തിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ നേരെ ജമ്പ് ചെയ്യിക്കണോ? അപ്പം നിങ്ങൾ ചിലപ്പോൾ പറയും, സാർ മെല്ലെ നമുക്ക് പോവാം, എല്ലാം മെല്ലെ മനസ്സിലാക്കി നമുക്ക് തമാശയും പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് മെല്ലെ പോയി അവിടെ എത്തിയാൽ പോരെ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 3 മാസം കഴിയും. അതിൽ ചിലപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ തീർക്കും, ചിലപ്പോൾ 1.5 ചാപ്റ്റർ തീർക്കും. അത്രയ്ക്ക് തീർക്കാൻ പറ്റും മെല്ലെ പോയി. പല ക്ലാസ്സുകളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷെ കാരണം ഇങ്ങനെ ചെയ്യാനുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നുന്നു അലക്സ് സാർ നല്ല സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു, അലക്സ് സാർ എന്ത് നല്ല മനുഷ്യൻ, എല്ലാവരെയും പഠിപ്പിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. 3 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓണപരീക്ഷ വരും. അപ്പോഴത്തേക്കും നമ്മൾ 4 ചാപ്റ്റർ തീർക്കേണ്ട നമ്മൾ 1 ചാപ്റ്ററൊക്കെ തീർത്തിട്ടുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പറയും ഇയാൾ ഉടായിപ്പാണ്, പഠിപ്പിക്കേണ്ട ഒന്നും പഠിപ്പിച്ചില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ പരിപാടി ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ നേരെ അങ്ങോട്ട് ചാടാനാണ് പോകുന്നത്. ഈ നേരെ ചാടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ചാടാം, നിങ്ങളെ പൊക്കിക്കൊണ്ട് എങ്ങനെ ചാടാമെന്ന് അത്യാവശ്യം ധാരണ എനിക്കുണ്ട്. കാരണം കുറച്ച് നാളായി ഞാൻ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ മാക്സിമം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഈ വർഷം മുഴുവൻ അടിച്ചു പൊളിച്ചും കൂടി പഠിക്കാം. ഓക്കെ, റെഡി, സെറ്റ്.